മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SIP ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു ഡൗട്ട് എല്ലാവർക്കും വരും. ലാർജ് ക്യാപ്പ് വേണോ, മിഡ് ക്യാപ്പ് വേണോ, സ്മോൾ ക്യാപ്പ് വേണോ? ഇന്ന് ഇത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ എന്താണെന്ന് പറഞ്ഞുതരാം. ലാർജ് ക്യാപ്പ് ഇത് ഒരു ഗവൺമെന്റ് ജോബ് പോലെയാണ്. ഇത് വളരെ സേഫ് ആണ്, സ്റ്റേബിൾ ആണ്, പക്ഷെ ഗ്രോത്ത് വളരെ പതുക്കെ ആയിരിക്കും. ലാർജ് ക്യാപ്പ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ 100 കമ്പനികളിലാണ്. ഈ കമ്പനികൾ വളരെ സുരക്ഷിതമാണ്. വിപണികളിൽ വലിയ തകർച്ച ഉണ്ടായാലും അത് ഈ കമ്പനികളെ അധികം ബാധിക്കില്ല. റിലയൻസ്, HDFC ബാങ്ക്, TCS എന്നിവ ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. മിഡ് ക്യാപ്പ് ഇതൊരു നല്ല പ്രൈവറ്റ് കമ്പനി ജോബ് പോലെയാണ്. നല്ല ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ ഗവൺമെന്റിന്റെ ജോബ് അനുസരിച്ച് അത്രയും സേഫും സ്റ്റേബിളും ആയിരിക്കില്ല. മിഡ് ക്യാപ്പിൽ ഇന്ത്യയിലെ കമ്പനികളിൽ 101 മുതൽ 250 സ്ഥാനങ്ങളിലുള്ള കമ്പനികളാണ് ഉള്ളത്. ഇത്തരം കമ്പനികൾ നല്ല രീതിയിൽ റിട്ടേൺസ് തരും, പക്ഷെ വിപണിയിലെ തകർച്ചകളും ഇത്തരം കമ്പനികളെ നന്നായിട്ട് ബാധിക്കും. അതായത് ലാർജ് ക്യാപ്പിനേക്കാളും റിട്ടേൺസും റിസ്ക്കും മിഡ് ക്യാപ്പിൽ കൂടുതലാണ്. സ്മോൾ ക്യാപ്പ് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. സ്മോൾ ക്യാപ്പിൽ ഇന്ത്യയിലെ 251 സ്ഥാനം തുടങ്ങി താഴോട്ടുള്ള എല്ലാ കമ്പനികളും ഉൾപ്പെടും. ഇത്തരം കമ്പനികൾക്ക് വളരെ വേഗത്തിൽ വളരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ ലാഭം നൽകാനും കഴിയും. പക്ഷേ വിപണി മോശമായാൽ വളരെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സ്മോൾ ക്യാപ്പിൽ ഏറ്റവും അധികം ലാഭമുള്ളതും നഷ്ടമുണ്ടാവാൻ സാധ്യതയുള്ളതുമാണ്. ഇനി ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവിക ഒരു സംശയം ഉണ്ടാവും, എങ്ങനെ ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ നിങ്ങൾ 50% കൂടുതൽ അലോക്കേറ്റ് ചെയ്യുക. ഇനി റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ 50% കൂടുതൽ അലോട്ട് ചെയ്യുക. ഇതുപോലുള്ള ഫിനാൻസ് സംബന്ധമായിട്ടുള്ള അറിവുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക.